പിതാവിന്റെ മരണത്തിൽ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. മെയ് 26 മരിച്ച കോഴിക്കോട് പയ്യോളി സ്വദേശി മുഹമ്മദിന്റെ മൃതദേഹമാണ് ഖബറിൽ നിന്ന് പുറത്തെടുത്തത്. പിതാവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെട്ടതുൾപ്പെടെ കാണിച്ച മകൻ മുഫീദ് പോലീസിൽ നൽകിയ പരാതിയിലാണ് ഈ നടപടി വരുന്നത്. രാഹുൽ കെ വി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം മകന് തോന്നാനുള്ള സാഹചര്യം എന്താണ്? അദ്ദേഹം മരിച്ച് സംസ്കാരം നടന്ന് 10 ദിവസത്തിന് ശേഷമാണ് മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നത്. മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. തുടർന്ന് ഖബറിടത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 58 വയസ്സുകാരനാണ് മരിച്ച മുഹമ്മദ്. 20 വർഷത്തിലധികമായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അതായത് ഭാര്യ മക്കളൊന്നും തന്നെ ഒരുമിച്ച് താമസിച്ചിരുന്നില്ല. കഴിഞ്ഞ മാസം 26-ന് അദ്ദേഹം മരിച്ചു. അയൽവാസികളാണ് വീട്ടിൽ മരിച്ചു കിടക്കുന്നത്, കസേരയിൽ മരിച്ചു നിൽക്കുന്നത് കാണുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനെ വിവരം അറിയിക്കുകയും ഡോക്ടറെ വിളിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ മരിച്ച മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം 2 ലക്ഷത്തോളം രൂപ പിൻവലിക്കപ്പെട്ടു എന്നതുൾപ്പെടെ കാണിച്ചാണ് മകൻ പോലീസിൽ പരാതി നൽകിയത്. പറഞ്ഞതുപോലെ സംസ്കാരം നടന്ന ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അതിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. RTIക്ക് അപേക്ഷ നൽകി അതിനുള്ള അനുമതി തേടി. അങ്ങനെ RTIയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പണം പിൻവലിക്കപ്പെട്ടതും മരണത്തിൽ നിരവധിയായ സംശയങ്ങളും ഉണ്ട് എന്നതാണ് മകന്റെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഈ ഖബർസ്ഥാനിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നു വരുന്നത്. അതിനുശേഷമാണ് അന്തിമമായൊരു ചിത്രത്തിലേക്ക് എത്തുക. എന്തുതന്നെയായാലും 26-ന് മരിച്ച് ഇന്ന് ഇത്രയും ദിവസങ്ങൾക്കിപ്പുറം ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്. മൃതദേഹം ഖബറടക്കിയതിനു ശേഷം മകന്റെ പരാതി വന്ന് ഇപ്പോൾ 10 ദിവസത്തിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്.